മധ്യസ്ഥതയിൽ ഇറാൻ US ചർച്ച പൊളിഞ്ഞതോടുകൂടി തന്നെ യുദ്ധം മറ്റൊരു സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതോടുകൂടി തന്നെ മേഖലയിലെ സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കുകയും ഉപരോധ മേഖലയിലേക്ക് എത്തുന്ന ഇറാന്റെ ഏതൊരു അതിവേഗ യുദ്ധ കപ്പലുകളെയും ഉടനടി തന്നെ തകർക്കുമെന്ന പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു ഭീഷണി എന്ന വിധം ആ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കടുത്ത ഭാഷയിൽ ട്രംപ് ഇവിടെ മുഴക്കിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഇറാൻ തങ്ങളുടെ സായുധ സേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നതും. ഏതെങ്കിലും തരത്തിൽ ഒരു കപ്പൽ അവിടേക്ക് പ്രവേശിച്ചാൽ തകർത്ത് തരിപ്പണമാക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് നൽകുന്നത്. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ നാവിക ഉപരോധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ്. ഇതിനിടയിലാണ് ട്രംപ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കി രംഗത്ത് വരുന്നത്. ഇന്ത്യൻ സമയം, അതായത് കഴിഞ്ഞ ദിവസം രാത്രി 7:30 ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് US നാവികസേന അവിടെ നിലയുറപ്പിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ വാരാന്ത്യത്തിൽ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് നടത്തിയ സമാധാന ചർച്ചകൾ അത് ദയനീയമായി തന്നെ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്ക ഉപരോധം ഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചർച്ചകൾക്ക് വേദി ഒരുക്കിയെങ്കിൽ പോലും ഇരു രാജ്യങ്ങളെയും ഒത്തുതീർപ്പിലാക്കുന്നതിൽ അതിൽ പാകിസ്ഥാൻ പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്തതും. ഇറാൻ ഒരു ഉടമ്പടിക്കായി തന്നെ അതിനായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ചിലർ ചർച്ചയ്ക്കായി തന്നെ സമീപിച്ചിട്ടുണ്ട് എന്നും ട്രംപ് ഇവിടെ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാൻ ഇവിടെ ഇറാൻ വിസമ്മതിച്ചതായാണ് ചർച്ചകൾ തകരാൻ കാരണമായി തന്നെ ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും. അമേരിക്കയുടേത് ഏകപക്ഷീയമായ നിലപാടാണ് എന്ന് ഇറാനും കുറ്റപ്പെടുത്തൽ നടത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി നടത്തുന്ന ഉപരോധത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു തുടങ്ങിയതായും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടക്കുകയും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയിൽ ഉണ്ടായ തടസ്സത്തിൽ ഫ്രാൻസ്, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ വൻ ആശങ്ക രേഖപ്പെടുത്തിയതായും വ്യക്തമാക്കുന്നുണ്ട്. കപ്പൽ ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യം എത്രയും വേഗം തന്നെ പുനഃസ്ഥാപിക്കണമെന്ന് ഈ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയും അതേസമയം ഇസ്രയേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നത് നയതന്ത്ര ചർച്ചകളിലെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ആദ്യഘട്ട ചർച്ചകൾ പാളിയതോടുകൂടി തന്നെ മുഖം രക്ഷിക്കാനായി തന്നെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി പാകിസ്ഥാൻ പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇരു രാജ്യങ്ങളും ഇതിനോട് അനുകൂലമായി തന്നെ പ്രതികരിച്ചിട്ടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോകം മുഴുവൻ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഓരോ നീക്കങ്ങളെയും അതീവ ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.